നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. സംശയാസ്പദമായ ട്രാൻസാക്ഷൻ എന്നാരോപിച്ച് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് തൊടുപുഴ സ്വദേശിയായ യുവാവ്. വഴിത്തല പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ MLA PC ജോസഫ് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. LDF ഗവൺമെന്റിന്റെ ഉറപ്പ് പാലിച്ചതായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. വാർത്തകൾ വിശദമായി. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. കെട്ടിട നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയുമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുകയാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന കെട്ടിടം പോയതോടെ താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിരുന്നു മൂന്നാർ സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും കെട്ടിടങ്ങൾക്ക് ബലക്ഷമത ഇല്ലാതാവുകയും ചെയ്തതോടെ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റി. ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. അന്നു മുതൽ ഉയരുന്നതാണ് കോളേജിനായി പുതിയ കെട്ടിട സമുച്ചയം വേണമെന്ന ആവശ്യം. എന്നാൽ പ്രളയാനന്തരം വർഷം 7 പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ അനന്തമായി നീളുകയാണ്. 2018 ഉണ്ടായ പ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെൻറ് കോളേജ് ഇത്രയും വർഷമായിട്ട് പോലും അതിൻ്റെ പുതിയ കോളേജിൻ്റെ പ്രാരംഭ പണികൾ പോലും നടത്തുവാൻ സർക്കാർ ജനപ്രതിനിധികളും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ അനുവദിച്ച ഏക സർക്കാർ കോളേജാണ് ഇന്ന് നാമാവശിഷ്ടമായി മാറിയിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കൾ ആശ്രയിക്കുന്ന ഏക സർക്കാർ കോളേജ് ഈ കഴിഞ്ഞ 6-7 വർഷമായിട്ടും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഒരു പുതിയ കോളേജ് കൊണ്ടുവരാനോ സ്ഥലം കണ്ടെത്താനോ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. പല യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. സർക്കാർ കോളേജ് ഇപ്പോൾ വരും, സ്ഥലം ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ സർക്കാർ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പോലും ഒരു കോളേജ് കെട്ടിടത്തിൻ്റെ ഒരു തറക്കല്ലിടൽ പോലും നടത്തുവാൻ സർക്കാരിനും ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ല. ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം ഇടപെടലുകൾ നടന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ നേരിട്ടെത്തി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർ നടപടികളിൽ മെല്ലെപ്പോക്ക് തുടരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. കാർഷിക തോട്ടമേഖലകളിലെയും വിവിധ ആദിവാസിയിടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വന്തമായി കെട്ടിട സമുച്ചയമില്ലാതെ വർഷങ്ങളായി പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്. വർഷം ഇത്ര പിന്നിട്ടിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. സ്കൂളിലെത്താൻ റോഡില്ല. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിൽ. പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത്. കാൽനടയാത്ര പോലും സാധ്യമില്ലാത്ത ഇവിടെ വന്യമൃഗ ആക്രമണവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാണ്. റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കൊന്നത്തടി പഞ്ചായത്തിൽപ്പെടുന്ന പണിക്കൻകുടി കുരിശിങ്കൽ തോപ്പിൽപ്പടി വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്തത്. 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം 360 മീറ്റർ മാത്രമാണ് ഇപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായി റോഡ് നിർമ്മിക്കുവാൻ എത്തിയത്.
എന്നാൽ ഇത് വനം വകുപ്പ് തടഞ്ഞു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഉൾപ്പെടെ പരാതി ഉള്ളതിനാൽ റോഡ് നിർമ്മിക്കുവാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു. അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല. വന്യമൃഗങ്ങളും കാട്ടുപന്നിയും കുരങ്ങന്മാരൊക്കെയാണ്. നടക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി വരാൻ സൗകര്യമില്ല. പിന്നെ മഴക്കാലത്ത് വണ്ടികളൊന്നും വരത്തില്ല. ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടിയൊന്നും വരത്തില്ല. ഇവിടെ വഴിപണിക്ക് ആണെങ്കിൽ വഴിയൊന്നും നല്ലതല്ല. ഇപ്പം മഴയത്തൊന്നും വണ്ടിയൊന്നും കയറത്തില്ല. ആശുപത്രി കാര്യങ്ങൾക്കൊന്നും വഴിയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പാമ്പും പന്നിയൊക്കെ ഞങ്ങളെ ഓടിക്കാറുണ്ട്. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ്. എന്നാൽ വനം വകുപ്പിനാണ് സംരക്ഷണ ചുമതല. റോഡ് നിർമ്മിക്കുന്നതിന് DFO മൗനാനുവാദം നൽകിയിരുന്നു. എന്നാൽ മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ റെജിമോൻ ഇടിയാക്കുന്നിൽ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ റോഡിനല്ല ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് പണിയാൻ പറ്റുകയില്ല എന്ന് പറയുകയും തർക്കബാധ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് പണി നടക്കാത്ത സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം ആ പ്രദേശവാസികളെല്ലാം കൂടി കുറേ കാശ് സമാഹരിച്ച് ആവശ്യമായ മെറ്റിലും മണലും സിമൻറ്റും വാങ്ങുന്നതിനുള്ള പണം സമാഹരിച്ച് ആ റോഡ് ശ്രമദാനമായി പണിയാൻ തീരുമാനമെടുത്തപ്പം നിലവിലെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മുകളിലേക്ക് പരാതി പറഞ്ഞിരിക്കുന്നു. ഈ റോഡ് പണിയുന്നതിനുള്ള അനുമതി നൽകിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. DFOയിൽ നിന്നും രേഖാമൂലം അല്ലെങ്കിലും മൗനാനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇവരെ മുൻപോട്ട് പോയിട്ടുള്ളത്. 40 വർഷം മുമ്പ് ഇവിടെ വാഹനത്തിലും നടന്നുമൊക്കെ ഈ വഴിയെ ഞാൻ 10-50 വർഷത്തോളമായി ഈ കരയിൽ താമസിക്കുന്നയാളാണ്. ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അതിനുശേഷം വെട്ടിത്തെളിച്ച 5-6 വർഷത്തെ പഴക്കമുള്ള പല റോഡുകൾക്കും പഞ്ചായത്ത് ഫണ്ടൊക്കെ അനുവദിച്ചെങ്കിലും ഇത് ഏതെങ്കിലും എന്തിൻ്റെ പേരിലാണെന്ന് അറിഞ്ഞുകൂടാ ഈ വഴിക്ക് ഇതുവരെ ഫണ്ട് അനുവദിച്ചില്ല. അവസാനമായി അനുവദിച്ച ഫണ്ട് ഇപ്രകാരം പണിയാൻ പറ്റാത്ത രീതിയിൽ തടസ്സവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും ഈ ഭൂമി റവന്യൂവിൻ്റെയാണ്. മരം മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവകാശപ്പെട്ടതായിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. റവന്യൂ ഭൂമിയിൽ കൂടി ഈ റോഡ് പണിയുന്നതിന് ആവശ്യമായ ഒരു തീരുമാനം എത്രയും വേഗം ഉണ്ടാവുകയും ഈ വരാൻ പോകുന്ന മഴക്കാലത്ത് ഈ 10-15 വരുന്ന കുട്ടികൾക്ക്, കൊച്ചുകുട്ടി LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഓട്ടോറിക്ഷയെങ്കിലും കയറിപ്പോയി ആ കുട്ടികളെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഇതേ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വനംവകുപ്പ് സെഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 30 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് അധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംശയാസ്പദമായ ട്രാൻസാക്ഷൻ എന്നാരോപിച്ച് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് തൊടുപുഴ സ്വദേശിയായ യുവാവ്. തൊടുപുഴ ഓളമേറ്റത്ത് പ്രവർത്തിക്കുന്ന ടയർ ഷോറൂമിലെ ജീവനക്കാരനായ ബിബിനാണ് ദുരിതത്തിലായത്. രാജ്യത്ത് പലതരം സാമ്പത്തിക തട്ടിപ്പുകളാണ് നടക്കുന്നത്. അത്തരമൊരു തട്ടിപ്പിലാണ് ബിബിനും പെട്ടുപോയത്. സ്കൂൾ പ്രവേശന സമയമായതിനാൽ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുവാൻ പണം പിൻവലിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ട്രാൻസാക്ഷൻ നടക്കുന്നില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ ഫ്രീസാക്കിയ കാര്യം ബിബിൻ അറിയുന്നു. 2024 ബിബിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ ട്രാൻസാക്ഷൻ നടന്നെന്നും ഇത് സംശയാസ്പദമാണെന്നും കാണിച്ചുകൊണ്ട് പരാതിയുണ്ടെന്നും ഇതേ തുടർന്നാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്നുമാണ് ബാങ്കിൽ നിന്നും ലഭിച്ച വിശദീകരണമെന്ന് ബിബിൻ പറയുന്നു. എൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും ഈ കഴിഞ്ഞ 1-ാം തീയതി തൊട്ട് 2 പ്രാവശ്യമായിട്ട് 2000 രൂപ വെച്ച് ഹോൾഡ് ചെയ്യുകയും ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നപ്പോൾ കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്തു. അതിന് തുടർന്ന് ഞാൻ കാളിയാർ പോലീസിൽ പരാതി കൊടുക്കുകയും സൈബർ സെല്ലിൽ വിളിച്ച് പരാതി പറയുകയും സൈബർ സെല്ലിൽ നിന്ന് വിളിച്ച് നമ്പറിൽ ഞാൻ വിളിക്കുമ്പോൾ നമ്പർ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ബാങ്കുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡോക്യുമെൻ്റ് എടുത്ത് പോലീസിൽ പരാതി കൊടുത്തു, സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അതിനെ തുടർന്ന് ഞാനിപ്പോൾ കുട്ടികളുടെ പഠിപ്പിനും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 10,000 രൂപ അക്കൗണ്ട് ഇട്ടിരുന്നതാണ്. അതിലിപ്പോൾ 5,000 രൂപ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ കുട്ടികളുടെ പഠിപ്പിനും മരുന്ന് മേടിക്കാനും അങ്ങനെയൊക്കെയായിട്ട് 10, 200, 10, 300 അങ്ങനെ രൂപ പൈസ
സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയാണ് ഇപ്പം ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിളിച്ചന്വേഷിച്ചപ്പോൾ ബീഹാറിൽ നടന്ന എന്തോ ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്ന് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയെങ്കിലും പരാതിയിൽ പറഞ്ഞ പ്രകാരമുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. തുടർന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് ബിബിൻ. താനുമായി ഒരു ബന്ധമില്ലാത്ത സംഭവത്തിൽ അക്കൗണ്ട് മരവിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ബിബിൻ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴുത്തല പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ പ്രതിഭകൾക്ക് MD ജോസഫ് മീനംകുന്നിൽ മെമ്മോറിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. മുൻ MLA PC ജോസഫ് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KR രമണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു കോണിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫ് ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. വഴുത്തല പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ പ്രതിഭകൾക്ക് MD ജോസഫ് മീനംകുന്നിൽ മെമ്മോറിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൂടിയ സമ്മേളനത്തിൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മുൻ MLA-യും ടെൽ ചെയർമാനുമായ PC ജോസഫ് നിർവഹിച്ചു. പ്രലോഭനങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ തേടി ഇതുപോലുള്ള പ്രലോഭന ശക്തികൾ നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങളുടെ അമ്മയുടെയും അപ്പൻ്റെയും സഹോദരങ്ങളുടെയും നിഷ്കളങ്കമായ സ്നേഹ സമർത്ഥമായ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതുണ്ട്. വേദിയിരിക്കുന്ന എല്ലാവരുടെയും ഗുരുകുലന്മാരുടെയും കാരണവന്മാരുടെയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ വിനയപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ലൈബ്രറി പ്രസിഡന്റ് KR രമണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു കോണിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അറിയിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫ്, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ്, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, ഹെഡ് മിസ്ട്രസ് ജിജി ജെയിംസ്, ശശി പണ്ടാരപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലൈബ്രറി സെക്രട്ടറി ജോസ് നെല്ലിക്കുന്നിൽ സ്വാഗതവും ടോമിച്ചൻ മുണ്ടുപാലം കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. LDF ഗവൺമെന്റിന്റെ ഉറപ്പ് പാലിച്ചതായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. ഭൂനിയമ ഭേദഗതി ആലോചിച്ചപ്പോഴും ചട്ടം രൂപീകരിച്ചപ്പോഴും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. കർഷകരെ സ്നേഹിക്കുന്ന നിലപാടാണ് LDF ഗവൺമെന്റിന് ഉള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കൃഷിക്കാരുടെയും ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ഭൂനിയമം ഭേദഗതി ചെയ്യുകയുണ്ടായി. ആ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടരൂപീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരെ എന്നും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ മുൻകൈയും എടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് K രാജനും നമ്മുടെ ജില്ലയിൽ വരികയും ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം, പട്ടയ പ്രശ്നം എല്ലാം പരിഹരിക്കുവാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചട്ടരൂപീകരണം അന്തിമമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. നിയമം കൊണ്ടുവന്നപ്പോഴും നിയമം മാറ്റുവാനുള്ള തീരുമാനമെടുത്തപ്പോഴും ഇപ്പോൾ ചട്ടരൂപീകരണ നടപടികൾ നടന്നപ്പോഴും ചട്ടം രൂപീകരിച്ചപ്പോഴും ജില്ലയിലെ UDF നേതൃത്വവും വിശേഷിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരായിട്ടുള്ള സമീപനമാണ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം ഈ അവസരം പറയാതെ പോകുന്നത് ശരിയല്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചോദിക്കുന്നത് ജില്ലയിലെ ഭൂപ്രശ്നവും എല്ലാ വിഷയങ്ങളും ഒറ്റയടിക്ക് കേരളത്തിലെ ഗവൺമെൻറ് പരിഹരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്.
കോൺഗ്രസ് നേതാക്കന്മാരോടും UDF നേതൃത്വത്തിനോടും ഈ അവസരം പറയുവാനുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, അതിലെ വിശേഷിച്ച് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് കെ രാജൻ എന്നും കൃഷിക്കാരോടൊപ്പം നിൽക്കുന്നവരാണ്, കൃഷിക്കാരെ സ്നേഹിക്കുന്നവരാണ്. നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകിയ, വിശേഷിച്ചും മലയോര കുടിയേറ്റ കൃഷിക്കാർക്ക് നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെയും അതിനോടൊപ്പം തന്നെ ഇതിന് മുൻകൈ എടുത്ത ധീരമായ നിലപാട് സ്വീകരിച്ച പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കൗൺസിലിന് വേണ്ടിയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം വാഹനാപകടം. കാറും KSRTC ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ അടിമാലി ഗ്യാസ് പടിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. അടിമാലി ഭാഗത്തു നിന്നും കോട്ടയം ചേർത്തലയ്ക്ക് പോകുകയായിരുന്ന ബസ്സും മൂന്നാർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുംവളവിൽ ഇരുവാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ 5 പേർ യാത്രക്കാരായി ഉണ്ടായിരുന്നതാണ് വിവരം. അടിമാലി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്ഥിതി തുടരുന്നതോടെ ആനകളെ ഓടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. വനം വകുപ്പും ജനജാഗ്രതാ സമിതിയും സംയുക്തമായാണ് ഇടപെടൽ നടത്തുന്നത്. കാന്തല്ലൂരിലെ ജനവാസ മേഖലയിലും കൃഷിത്തോട്ടങ്ങളിലും തമ്പടിച്ച് കൃഷിനാശം വരുത്തിവരുന്ന കാട്ടാനകളെ തുരുത്താനുള്ള ശ്രമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുകയാണ്. വനംവകുപ്പിന്റെയും ജനജാഗ്രതാ സമിതിയുടെയും സംയുക്ത ഇടപെടലിലൂടെ ആനകളെ വനമേഖലയിലേക്ക് കടത്തിവിടാനുള്ള ദൗത്യമാണ് നടക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ആനകളെ തുരുത്താനുള്ള ശ്രമം നടക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. പകൽ സമയങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾക്ക് സമീപം ഗ്രാൻഡീസ് മരങ്ങൾക്കിടയിൽ തമ്പടിക്കുന്ന കാട്ടാനകൾ രാത്രിയാകുന്നതോടെ കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കർഷകർക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലയിൽ നിന്നും തുരുത്തി കർഷകരുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അറക്കുളം 12ാം മൈലിലെ പുളിക്കൽ കാർഷിക നഴ്സറിക്ക് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ 3 സ്റ്റാർ പദവി. ജില്ലയിൽ ആദ്യമായി 3 സ്റ്റാർ പദവി ലഭിക്കുന്ന നഴ്സറിയാണ് പുളിക്കൽ കാർഷിക നഴ്സറി. ഇവയ്ക്ക് പുറമെ സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരവും നഴ്സറിക്കുണ്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മൂലമറ്റം റൂട്ടിലെ അറക്കുളം 12ാം മൈലിലാണ് പുളിക്കൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 1993 സ്ഥാപിതമായ ഈ നഴ്സറി 31 വർഷത്തിലേറെയായി വിജയകരമായി പ്രവർത്തിക്കുന്നു. ജോൺസൺ മൈക്കിളിന്റെ നിയന്ത്രണത്തിലുള്ള ഈ നഴ്സറി 5 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. റബ്ബർ, തെങ്ങ്, കമുക്, കൊടി, റംബൂട്ടാൻ, കൊക്കോ, ജാതി, അവക്കാഡോ എന്നിവയുൾപ്പെടെ ഉയർന്ന നിലവാരത്തിലുള്ള കാർഷിക ഫലവൃക്ഷ സസ്യങ്ങൾ നഴ്സറിയിൽ വിൽക്കപ്പെടുന്നു. തൈകൾ ബഡ് ചെയ്യുന്നതിനാവശ്യമായ മദർ പ്ലാന്റുകൾ നഴ്സറിയിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നഴ്സറിക്ക് 5 ലൈസൻസ് ഉണ്ട്. ഇതിനു പുറമെയാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ കർഷകന് നൽകുന്ന 3 സ്റ്റാർ അംഗീകാരവും ഈ കർഷകനെ തേടി എത്തിയത്. മുൻപ് 1 സ്റ്റാർ ഉണ്ടായിരുന്ന നഴ്സറി ഇപ്പോൾ 3 സ്റ്റാർ പദവിയിൽ എത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇത്തരത്തിൽ 3 സ്റ്റാർ പദവിയുള്ള ഏക നഴ്സറി ജോൺസന്റേതാണ്. ന്യൂമാൻ കോളേജിൽ നിന്ന് ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം നഴ്സറി വിഭാഗത്തിലേക്ക് ഞാൻ ഇറങ്ങി. നഴ്സറിയിൽ ഇറങ്ങിയതിന് ശേഷം 4 വർഷത്തിന് ശേഷം അഗ്രികൾച്ചർ ഓഫ് കേരള എന്ന ലൈസൻസ് ഞാൻ കരസ്ഥമാക്കി. അതിനുശേഷം എനിക്ക് ഹോർട്ടിക്കൾച്ചർ, കോക്കനറ്റ് ബോർഡ്, റബ്ബർ ബോർഡ്, NHB എന്നീ 5 ലൈസൻസുകളുള്ള നഴ്സറിയായി ഞാൻ വളർത്തിയെടുത്തു. അതിൻ്റെ ഗ്രേഡ് കയറി എനിക്ക് 3 സ്റ്റാർ വരെ നിലവിൽ കിട്ടി. ICARൻ്റെ നിലവാരത്തിൽ നഴ്സറി പരിശോധിച്ചപ്പോൾ എൻ്റെ നഴ്സറിക്ക് 3 സ്റ്റാർ കിട്ടാനിടയായി. ഈ നഴ്സറിയിൽ ധാരാളമായി മദർ പ്ലാന്റുകൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാകുന്നു. ഈ ബഡ് എടുക്കാൻ വേണ്ടി നട്ടുപിടിപ്പിച്ചിരുന്ന മദർ പ്ലാന്റിൽ നിന്നാണ് ഇവിടെ ബഡ് ചെയ്യുന്നത്. ഇവിടെ റബ്ബർ, തെങ്ങ്, കമുക്, കൊടി, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, ഫിലോസാൻ, ലോഹൻ, കമുക് തൈ 4 ഐറ്റം, നമ്മുടെ മോഹിറ്റ്നാർ, കാസർഗോഡൻ, ശതമംഗള, ഇന്ദ്രമംഗള എന്നിവയെല്ലാം ഉൽപ്പാദിപ്പിച്ച് ധാരാളമായി വിപണനം ചെയ്യുന്നതാണ്. 2025 മാർച്ച് 25-നാണ് കേന്ദ്ര സംഘം നഴ്സറി പരിശോധിച്ചത്. മെയ് 14-നാണ് അംഗീകാരം നൽകി ഉത്തരവായത്.
ഇവയ്ക്ക് പുറമെ സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരവും നഴ്സറിക്കുണ്ട്. ഇടുക്കി ജില്ലയിൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ പദവിയുള്ള ഏക നഴ്സറി ജോൺസന്റേതാണ്. ഭാര്യ വിൻസി, മക്കൾ ജോസ്മി, ജാസ്മി, ജിസ്മി, ജോബിൻ. ജോൺസന്റെ കൃഷിയിൽ എല്ലാവിധ പ്രോത്സാഹനവും കുടുംബാംഗങ്ങൾ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അറക്കുളം. കഴിഞ്ഞ ദിവസം ബൈക്ക് അപകടത്തിൽ നിര്യാതനായ മുട്ടം പോലീസ് സ്റ്റേഷനിലെ CPO ടിങ്കു ജോണിന്റെ ഭൗതിക ശരീരം മുട്ടം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വച്ചു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം 8-ന് ഞായറാഴ്ച രാവിലെ 11:30 നെടിശാല സെന്റ് മേരീസ് പള്ളിയിൽ. Got attention. Hello? Got slow pop. Got pressure up. Got slow pop. Got order up. Got slow pop. Got break up. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് റീജിയണൽ മാനേജർ പ്രതിനിധികളായ ടീന, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ നൽകി.
തുടർന്ന് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി. കുട്ടികളും അധ്യാപകരും ചേർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. ഫെഡറൽ ബാങ്ക് റീജിയണൽ മാനേജർ പ്രതിനിധികളായ ടീന, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകളും ചടങ്ങിൽ നൽകി. തുടർന്ന് കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ചിത്രരചനാ മത്സരം, പ്ലക്കാർഡ് നിർമ്മാണം, കഥാമത്സരം തുടങ്ങിയ മത്സരങ്ങളും കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. ഫാദർ ഡിനോ വാഴച്ചാലിൽ, പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിക്കപ്പെട്ടു. കുട്ടികൾ പരിസ്ഥിതി ദിന സന്ദേശ പ്ലക്കാർഡുകൾ നിർമ്മിച്ചു. SPC, ലിറ്റിൽ കൈറ്റ്സ്, JRC, സീഡ് എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അസംബ്ലി, പരിസ്ഥിതി ദിന റാലി എന്നിവ സംഘടിപ്പിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു. ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഗോത്രത്തലവനായ സിയാറ്റിൻ മൂപ്പന് എഴുതിയ കത്തിന് മറുപടിയായി മൂപ്പൻ സർക്കാരിന് എഴുതിയ പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന കത്തിന്റെ പൂർണ്ണരൂപം പ്ലാസ്റ്റിക് ഒഴിവാക്കി കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി ബാനറായി കുട്ടികൾ പിടിച്ചു. സ്കൂൾ മാനേജർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിലും ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബും ചേർന്ന് മുറ്റത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. SPC, സ്കൗട്ട്, JRC, ലിറ്റിൽ കൈറ്റ്സ് സംഘടനകൾ നേതൃത്വം നൽകി. പരിസ്ഥിതി സന്ദേശം സ്കൂളിൽ വായിച്ച് കുട്ടികൾ ഏറ്റുചൊല്ലി. ചിത്രരചനാ മത്സരം നടന്നു. വൃക്ഷത്തൈ പരിചയപ്പെടലും നടന്നു. ഞാൻ പെരുമാറുന്നതാണ്. ലഹരി മുക്തം, മാലിന്യ മുക്തം, പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിലും ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബും ചേർന്ന് സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വിവിധ പരിപാടികളും നടന്നു. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിക്കപ്പെട്ടു. കുട്ടികൾ പരിസ്ഥിതി ദിന സന്ദേശ പ്ലക്കാർഡുകൾ നിർമ്മിച്ചു. SPC, ലിറ്റിൽ കൈറ്റ്സ്, JRC, സീഡ് എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അസംബ്ലി, പരിസ്ഥിതി ദിന റാലി എന്നിവ സംഘടിപ്പിച്ചു. ചടങ്ങിൽ SPC കേഡറ്റുകളായ കൃഷ്ണ ബാലചന്ദ്രൻ, ലിയാസ് കറിയ എന്നിവർ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചു. ശ്രീബാലയും സംഘവും ചേർന്ന് പരിസ്ഥിതി ദിന ഗാനം ആലപിച്ചു. ഫാത്തിമ അവതരിപ്പിച്ച പ്രസംഗം ശ്രദ്ധേയമായി. തുടർന്ന് SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. HM സിന്ധു D, SPC അധ്യാപകൻ മുഹമ്മദ് ഷാഫി, PM സുമയ്യ, K സ്മിത, സജിനി K വിജയൻ, ജ്യോതി P നായർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. സംശയാസ്പദമായ ട്രാൻസാക്ഷൻ എന്നാരോപിച്ച് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് തൊടുപുഴ സ്വദേശിയായ യുവാവ്.
വഴുത്തില പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ MLA PC ജോസഫ് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. LDF ഗവൺമെന്റിന്റെ ഉറപ്പ് പാലിച്ചതായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.